ചുഴലിക്കാറ്റിന് ആരാണ് പേരുകളിടുന്നത്? ലോക കാലാവസ്ഥാ സംഘടനയുടെ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ WMO മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. സംഘടനയ്ക്ക് കീഴിൽ 6 പ്രാദേശിക കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ IMD കീഴിലുള്ള കേന്ദ്രം. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ഈ കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന് കീഴിൽ 13 രാജ്യങ്ങളുണ്ട്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, യമൻ. ഈ 13 രാജ്യങ്ങൾക്ക് ഊഴമനുസരിച്ച് ചുഴലിക്കാറ്റുകൾക്ക് പേരിടാനാകും. പേരുകൾ അക്ഷരമാലാക്രമത്തിലാണ് പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് മോൻത എന്ന പേര് നൽകിയത് തായ്ലൻഡാണ്. പട്ടികയിൽ അടുത്തത് UAE ആണ്. പേരുകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ ഇവയാണ്. ജെൻഡർ ന്യൂട്രൽ, ലിംഗഭേദം സൂചിപ്പിക്കാത്ത പേരുകളായിരിക്കണം. സൂചനകൾ ഒഴിവാക്കണം. രാഷ്ട്രീയ, മത, സാംസ്കാരിക സൂചനകൾ നൽകുന്ന പേരുകളാകരുത്. ആവർത്തനം പാടില്ല. ഒരിക്കൽ നൽകിയ പേരുകൾ വീണ്ടും നൽകാൻ സാധിക്കില്ല. അക്ഷരങ്ങളുടെ പേരിൽ 8 അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം. പുതിയ രീതി. 1900കളുടെ മധ്യം വരെ കൊടുങ്കാറ്റുകൾക്ക് സ്ത്രീനാമങ്ങളാണ് പൊതുവായി നൽകിയിരുന്നത്. പിന്നീട് പുരുഷനാമങ്ങളും നൽകി. എന്നാൽ നിലവിൽ ജെൻഡർ ന്യൂട്രലായ പേരുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഒരു ഉദാഹരണം, മോൻത എന്ന പേര് നൽകിയത് തായ്ലൻഡാണ്. ഇതിന്റെ അർത്ഥം സുഗന്ധമുള്ള പുഷ്പം എന്നാണ്. അടുത്ത ചുഴലിക്കാറ്റിന് പേര് നൽകാൻ ഊഴം UAEക്കാണ്. അവർ നിർദ്ദേശിച്ചിട്ടുള്ള പേര് സെന്യാർ എന്നാണ്. അതിനുശേഷം യമൻ നിർദ്ദേശിച്ച ദിത്വ, ബംഗ്ലാദേശ് നിർദ്ദേശിച്ച അർണബ്, ഇന്ത്യ നിർദ്ദേശിച്ച മുരസു എന്നീ പേരുകളായിരിക്കും വരിക. Subscribe for more. Thank you.